പ്രേക്ഷകർക്ക് വളരെ പരിചിതയായ മഹജൂർ എൻ്റെ കൂടെയുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ നാട്ടുകാരിയാണ് എന്ന്. അതേപോലെ തന്നെ എൻ്റെ ഏറെ നാളത്തെ പരിചയക്കാരിയാണ് അമ്പിളി. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴേ ഒരുപക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു കൗതുകം തോന്നിയൊക്കെ എന്താണെന്നുള്ളത് അമ്പിളി തന്നെ പറ. അമ്പിളി എന്താണ് ഇങ്ങനെ മഹജൂർ എടുത്ത് വരാൻ കാരണം? ഞാൻ ആക്ച്വലി മഹജൂറയുടെ ഒരു വീഡിയോ ഇപ്പം ഭയങ്കര വൈറലായിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ മഹജൂറിനെ കാണണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായി. എന്തായാലും അത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നമ്മളിപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഇതിപ്പോ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കരമായിട്ടുള്ള വൈറലാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഏകദേശം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാനും. അതായത് ഡോക്ടർ അമ്പിളി ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കാണുന്ന ആളുകൾക്ക് അത്രയും പരിചിതയാണ്. സിനിമാ നടിയാണ്, ഗായികയാണ്, ആങ്കറാണ്, ഒരുപാട് വിശേഷണങ്ങളുള്ള ആളാണ്. ഫ്ലവേഴ്സ് ചാനലിൽ 1 മില്യണിലധികം ആളുകൾ കണ്ട ആ 1 കോടി പരിപാടിയിലൊക്കെ അത്രയും സുപരിചിതമാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് കാണുന്നതിൽ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ചുരുക്കം ചിലർക്കെങ്കിലും അറിയാൻ പറ്റും എന്തൊരു സാമ്യമുണ്ടെന്ന്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കുണ്ടായ അനുഭവം, വേടൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടത് കഴിഞ്ഞ കൊറോണ കാലത്താണ്. അതേപോലെ കഴിഞ്ഞ കൊറോണ കാലത്ത് ഡോക്ടർ അമ്പിളിക്കും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ട്. അതെന്താ സംഭവം? കൊറോണ കാലത്ത് നമ്മുടെ വീട്ടിലൊരു മോളുണ്ടായിരുന്നു. ആ മോള് ഇവിടെ ദേവഗിരി കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. നമ്മളായിരുന്നു ലോക്കൽ ഗാർഡിയൻസ്. അവര് ദുബായിലാണ്. അപ്പോൾ ആ സമയത്ത് ഫ്ലൈറ്റും ഒന്നും ഇല്ലാതായി നമ്മുടെ വീട്ടിൽ കുടുങ്ങി. അപ്പൊ ആ സമയത്തായിരുന്നു നമ്മുടെ റംസാൻ നോമ്പ്. അപ്പോൾ 1 മാസത്തോളം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആ കുട്ടിയെ ആ ഒരു നോമ്പ് കാലത്ത് സഹായിച്ചു. നമ്മളെന്ന് വെച്ചാൽ അങ്ങനെ അത് ചെയ്തു. അപ്പൊ അത് ചാനലുകാർ വന്ന് അത് ന്യൂസ് എടുത്ത് പോവുകയൊക്കെ ചെയ്തപ്പോ അത് ന്യൂസ് ആക്കാനുള്ള കാരണം എന്താ? ന്യൂസ് ആക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു തന്നെയാണ്. ആ മോളുടെ പേര് ഫൈറൂസ് എന്നാണ്. കുട്ടി അത് ഫൈറൂസ് ആണ്. അതെ, ഞാൻ ഒരു റമളാൻ ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരു മാസമാണ്. ആ മാസത്തേക്ക് ആ മോൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുത്തു. അത്ര തന്നെ. പക്ഷേ ഇതൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നേ നമ്മളത്ര പല സ്ഥലത്തും അല്ലേ. ഇതിനത്ര വലിയ ബാക്കിയുള്ളവര് ഇതിനെ വളച്ചൊടിക്കലും ഇങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നില്ല. അതിനുശേഷം ഒരു ചാനലിൽ ആ ന്യൂസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ചാനൽസ് ഈ ന്യൂസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അവര് മത്സരമായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഒരേ ഒരു നിർബന്ധം, കാരണം ഇത് വേണ്ട, ഇത്രയും നമ്മള് ഒരു ചാനൽ കാണിച്ചു മതി. പക്ഷെ അതിൽ മജൂർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പിളീനെ എനിക്ക് നേരത്തെ അറിയുന്നതാണ്. ഇവരുടെ റിച്വൽസ് ഒക്കെ അത്രയും കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഈ സന്ധ്യാനേരം നമുക്ക് മഗ്‌രിബിനാണല്ലോ നോമ്പ് തുറക്കുന്ന സമയം, അതേ സമയത്താണ് ഇവർക്ക് വിളക്ക് വെക്കേണ്ടത് അല്ലേ? അതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 വർഷം പഠിച്ചത് നമ്മുടെ MES രാജ റെസിഡൻഷ്യൽ കള്ളന്തോട്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു വന്ന എൻ്റെ ഒരു പരമ്പരാഗതമായ ഞങ്ങളുടെ ആചാരങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഞാനൊരു വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് തിരിച്ചറിയുന്നത് തന്നെ ഇങ്ങനെയൊക്കെ മതങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ളത്. നമ്മുടെ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് അതുവരെ വന്നിട്ടില്ല. അവിടെ ചെന്നപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വളരെയധികം ഇഷ്ടം തോന്നി ഇതെന്താന്ന് പഠിക്കാനും, നിസ്കാരം പഠിക്കാനും, അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഫ്രണ്ട്സിനടുത്ത് അറിഞ്ഞു. പിന്നെ നോമ്പ് തുറക്കുന്ന സമയവും നിങ്ങൾ വിളക്ക് വെക്കുന്ന സമയവും ഒക്കെ ഒരേ ടൈമാണല്ലോ മഗ്‌രിബിൻ്റെത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? അവിടെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഞങ്ങള് എല്ലാം കൂടെ ഒരുമിച്ചാണ് അവിടെ നടക്കുന്നത്. അവിടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ ബാങ്ക് വിളിയും. അതെ, ആ സമയത്ത് അവിടെ എന്ന് വെച്ചാൽ ആ ഒരു 30 ദിവസം എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാ എന്തോ ഒരു രസമെന്നറിയാം. ഞങ്ങളെ വീട്ടില് ഞങ്ങളും എടുക്കും. എന്റെ മോള് ഇത്ര ഒരു വലിപ്പമില്ല അന്ന് പ്രായം കൊണ്ടാ, പക്ഷെ അവർക്കൊന്നും ശീലമില്ല. എന്നാലും ഞാൻ പറയും മോള് പിടിക്ക്. മിന്നുത്തക്ക് മുമ്പില് ഭക്ഷണം കഴിക്കുമ്പോ ഒരു വിഷമല്ലേ. പറ്റുന്ന ദിവസങ്ങളൊക്കെ നമ്മള്. അപ്പൊ നിങ്ങൾ മിന്നു എന്ന് വിളിക്കുന്ന ഫൈറൂസുള്ള 30 ദിവസം നിങ്ങൾ വീട്ടുകാരും എടുത്തു. നമ്മളിപ്പോ വിചാരിക്കും ഇതൊക്കെ നമ്മള് സാധാരണ നമ്മളെ വീട്ടിൽ ആഘോഷിക്കുന്ന ഒരു കാര്യം. ഇത് പുറംലോകത്ത് എത്തുന്നതിന് ഇത്രമാത്രം ഒരു വാർത്താ പ്രാധാന്യം ഉള്ള സാധനമാണോ എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി. അതേ കേസ് തന്നെയാണ് ഇവിടെ. ഇതിപ്പോ ഞാൻ തന്നെ അറിയാം, ഇത് 4-5 വർഷം മുന്നേ നടന്ന സംഭവമല്ലേ. നമ്മളിപ്പോ ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുക്കുന്ന ആ ഫോട്ടോ വൈറൽ ആയതുകൊണ്ടാണല്ലോ ഇത് അറിയുന്നത്. അല്ലെ ഇതിപ്പോ ആരെങ്കിലും അറിയോ? ആ സംഭവങ്ങൾ ആരും അറിയുന്നില്ല. പാട്ട് പാടുമ്പോ അങ്ങനെ പേരും ഇങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ ആള് ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളതത്ര അതിനൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നില്ലല്ലോ. ഇതിപ്പോ ഈ ഒരു ഫോട്ടോ കൊടുത്തോണ്ട് ഇങ്ങനെ
ചാനലുകാർ കുറെ വിളിക്കുന്നു ഇതാക്കുന്നു, അല്ലെങ്കിൽ ഇതിപ്പോ കൊടുത്തിട്ടില്ല, ഇതിങ്ങനെ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ പല സ്ഥലത്തും നടന്നു പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇത് ഇങ്ങനെ ഒരു റീസൺ ഉണ്ടായതുകൊണ്ട് അറിഞ്ഞ്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരാള് പാട്ടുപാട് ഇപ്പൊ ഇങ്ങനെ എത്ര വലിയ ഫേമസ് ആയിട്ടില്ല എങ്കിൽ കൂടിയും മജൂറ ചെയ്യേണ്ട കാര്യം മജൂറ ചെയ്യുന്നത് അറിയാത്ത കുറെ കാര്യങ്ങളും വേറെയും ഇവിടെ ചെയ്തുകൊണ്ട് അതെ അതെ അതാണ്. അപ്പൊ നമ്മളിപ്പോ പറയുന്നില്ലല്ലോ, അതിങ്ങനെ ആയതുകൊണ്ട് അറിഞ്ഞു. അങ്ങനെയൊക്കെ കാണുമ്പോ ശരിക്കും മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇത്, ആ ഒരു സന്തോഷമാണ് നമുക്കൊരു. നമ്മളെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഇവിടെ കുറേ മുസ്ലിം വീട്ടില് ഹിന്ദുസും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കലും ഒന്നിച്ചിരിക്കലും, പിന്നെ നമ്മള് ഓണാവാൻ കാത്തിക്കലാണ് നമ്മളെ തൊട്ടടുത്ത വീട്ടിലേക്ക് സാമ്പാറും ചോറും കഴിക്കാൻ. അതേമാതിരി തന്നെ പെരുന്നാളാവാൻ കാത്തിക്കലും ബീഫ് കഴിക്കാനും നെയ്ച്ചോറല്ലേ ബിരിയാണി കഴിക്കാനും. ഞങ്ങള് തലേ ദിവസം ഓണത്തിന്റെ അവിടെ അത്തം ഉണ്ടാവില്ലേ, അപ്പൊ കൂടാൻ അവിടെ പോകുന്ന ചെയ്യുന്ന എല്ലാം നമ്മൾ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക 10 ദിവസവും. ഇതേമാതിരി നമുക്ക് എല്ലാ ഹെൽപ്പിനും ഓലും ഉണ്ടാവും, നമ്മളെ ഇറച്ചി മുറിക്കാനോ സാധനം ഉണ്ടാക്കാനോ എല്ലാത്തിനും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഓണത്തിനൊക്കെ ഞങ്ങൾ 10 പുരയിലൊക്കെ പോയി ചോറും വിഷുവിനും അവിടുന്ന് ഓരോ സ്ഥലത്തെ ഐറ്റംസിന് ഓരോ പ്രത്യേകത ഉണ്ടാവും. അപ്പൊ ആ വീട്ടിലൊക്കെ പോകും. ഇപ്പോഴും അതൊക്കെ ഭയങ്കര ഒരു ഇപ്പോഴും പോകുന്നുണ്ട്, പക്ഷെ പഴയ മാതിരി അത്ര അങ്ങോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ മലപ്പുറം ജില്ലക്കാരിയാണ്. അപ്പൊ എന്റെ അമ്മേന്റെ അവിടെ ഉള്ളവരൊക്കെ വിളിക്കുന്നറിയാം അവരെ മാപ്പിളമാരുമായിട്ട് അത്രയും എഴുകി ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ മനുഷ്യന്മാര് അതല്ലല്ലോ, നമ്മളെ ജാതി മതം എന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങനെ കാണില്ലല്ലോ. നമ്മളെ ഇടയിൽ അങ്ങനത്തെ ഒരു ചിന്തന ഉണ്ടായിട്ടില്ല ഇതുവരെ. നമ്മളെ ചിന്തിക്കണേ ഇല്ല. നമ്മള് വരുന്ന നമ്മളെ അടുത്തുള്ള നമ്മളെ ചേച്ചി അല്ലെങ്കിൽ എന്റെ പിന്നെ മക്കളൊക്കെ വിളിക്കല് ഇപ്പൊ ഹിന്ദു പേരുള്ള കാക്കാന്നാ കുട്ടിയെ വിളിക്കും, വിളി കേൾക്കും. എന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുസ്ലിം സുഹൃത്തുക്കളാണ് എന്റെ അടുത്തുള്ളത്. അപ്പൊ ഇവരുടെയൊക്കെ കസിൻസിന്റെ ഒക്കെ മക്കളുടെ ഒക്കെ വിചാരം എന്റെ പേരെന്താ പറയാ, അമ്പിളിത്താത്ത. അത് കുഴപ്പമില്ല, എങ്ങനെ വെച്ചാലും കുഴപ്പമില്ലല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാന്നല്ല. പക്ഷെ ഇപ്പൊ ഇതിന് ഇടയ്ക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു മതിലേ, ആരൊക്കെയോ ഉണ്ടാക്കിയ ഒരു മതില്, ഇങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തവരാണ് കടന്ന് കഷ്ടപ്പെടുന്നത്. ഈ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ചില വിഷവിത്തുകൾ നമ്മളോട് ഒന്ന് ചോദിക്കും, അല്ല നിനക്ക് ഞങ്ങളുടെ ആൾക്കാരൊന്നും വീട്ടില് കമ്പനി ഇല്ലേന്ന്. ഞാൻ ഇതെന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് എന്താ ഇതിനൊക്കെ പറയണ്ടേ. എന്റെ മകളെന്ന് പറഞ്ഞാൽ അവൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ അവള് 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്ന് മാറി +2 2 വർഷം ഒരു സ്കൂളിൽ പഠിച്ചു. ആ സ്കൂളിലെ മൂല്യങ്ങളൊക്കെയാണ് അവൾ ഇപ്പോഴും പാലിച്ചുകൊണ്ട് വരുന്നത്. എന്നുവെച്ചാൽ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ, പക്ഷെ ഞാൻ ഇവക്കൊന്നും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഭക്ഷണം വയ്ക്കുമ്പോൾ ഇവൾ എന്തോ പെറുകുറുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോളെ ബിസ്മി ചൊല്ലാണ്. എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം ഞാനൊരിക്കലും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, അവള് അങ്ങനെ താനെ അറിഞ്ഞതാ. അപ്പൊ എന്റെ അമ്മ അത് കണ്ടു. പറയുന്നത് എന്താ വെച്ചാല്, മോളെ ഇത് എന്ത് ഭാഷയാണെങ്കിൽ വേണ്ടില്ല, ദൈവത്തിനോട് നന്ദി പറയാ, പറയട്ടെ, നല്ല ശീലമല്ലേ. ഇത് നിങ്ങൾ പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് ഉണ്ട് എറണാകുളത്ത്, ഞങ്ങൾ മസ്കറ്റിൽ ഒന്നിച്ച് കുറെ കാലം നിന്നതാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് എറണാകുളത്തേക്ക് സെറ്റിൽ ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അവളെ വീട്ടിലേക്ക് ഒരു ദിവസം പോവാം. ഞങ്ങൾ എത്തുമ്പോൾ ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അവൾ ഫസ്റ്റ് എനിക്ക് ചെയ്തു തരുന്ന എന്താ പറയുക, ഒരു റൂം സെറ്റാക്കിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ മുസല്ലിടും. അപ്പോൾ അവിടെ മുസല്ലല്ലാത്തതുകൊണ്ട് അവൾ നല്ലൊരു വിരിപ്പ് എടുത്ത് ഞാൻ വരുന്നുണ്ടായിരുന്നപ്പോൾ കഴുകി ഉണക്കിച്ചിട്ട് കോമ്പസ് എടുത്തിട്ട് ഏതാണ് വെസ്റ്റ് എന്ന് നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് പടട്ടിട്ട് ഇങ്ങോട്ടാട്ടോ നിങ്ങൾക്ക് തിരിയേണ്ടത്, ബാങ്ക് ഇവിടുന്ന് കേൾക്കി, ജനല് തുറന്നിട്ടാൽ മതി, അങ്ങനെ സെറ്റ് ചെയ്ത് തരുന്ന ഫ്രണ്ട്സാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പൊ എന്താ വെച്ചാല് ചെറുപ്പം മുതലേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എനിക്ക് എത്രത്തോളം അതിനെ കുറിച്ച് അറിയാനുള്ള ഇഷ്ടമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, എനിക്ക് വെള്ളിയാഴ്ചകളിലെ ഈ കുത്തുബ കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. എൻ്റെ ഒരു ആഗ്രഹം അത് സത്യസന്ധമായതുകൊണ്ട് അവര് തയ്യാറായി എന്നതാണ്. അപ്പൊ എവിടാ എന്താണെന്നും പറയണ്ടല്ലോ. ഞാനൊരു വെള്ളിയാഴ്ച ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി പള്ളിയിൽ പോയിട്ട് ആദ്യം 2 റക്അത്ത് നിസ്കരിക്കണോ എന്നുള്ള കാര്യം വരെ ഞാൻ ഓരോന്ന് പഠിക്കണം. കാരണം എന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കുത്തുബ എന്താന്ന് കേട്ടു. അപ്പൊ എൻ്റെ ആഗ്രഹം അവിടെ ഇതായി. അങ്ങനെ ഓരോന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അതിൽ വേറെ ഒന്നും ഇല്ല. എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ, ഈശ്വര എല്ലാവരെയും നന്നായി സംരക്ഷിക്കണേ എന്നുള്ള മാത്രമുള്ള ഒരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനത് എന്താണെന്നറിയാനുള്ള ആഗ്രഹം കൊണ്ടും ഒക്കെ ഇട്ട് ഞാൻ നിസ്കാര കുപ്പായൊക്കെ ഇട്ട് പോയി പ്രാർത്ഥിച്ച് ഞാനിങ്ങ് പോകുന്നു. മാത്രമല്ല അമ്പിളിയൊക്കെ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഈ മാഷാ അല്ലാ ഇൻഷാ അല്ലാ എന്നുള്ള വേർഡുകൾ വരാറുണ്ടല്ലോ. അത് ഞാൻ അല്ലാത്തവരോട് പറയുമ്പോൾ അവർ വിചാരിക്കും ഞാൻ അവരെ കളിയാക്കുന്നവരെ അങ്ങനെ ഒരു സംശയം വരും. പക്ഷെ എന്റെ ശീലിച്ചു പോകുന്നതാണല്ലോ ശീലങ്ങള്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്തോ അറിയണമെങ്കിൽ ആരോട് പറയണമെങ്കിലും ഒക്കെ ഞാൻ വരാട്ടോ ഇൻഷാ അല്ലാ. ഇത് നമുക്ക് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്.
നമ്മളെ ഇടപഴകുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നമുക്കൊരു മറവൊന്നും ഉണ്ടാവില്ല. അത് ഹിന്ദു മുസ്ലിം നമ്മൾ അവിടെ കാണുന്നില്ലല്ലോ. നമ്മൾ ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ ഹിന്ദു ആണോ മുസ്ലിം ആണോ നമ്മൾ നോക്കൂല. അത്രയും എല്ലാം ഒന്നിച്ചായിരിക്കും നമ്മളെ പരിപാടികൾ ഉണ്ടാവും. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒന്നിച്ചായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നിച്ചായിരിക്കും, യാത്ര പോകുന്നത് ഒന്നിച്ചായിരിക്കും. അവിടെ ഒരു മറയും നമ്മൾ കാണിക്കുന്നില്ല, ഒരു വേർതിരിവ് കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് മാജൂറ, ഞങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മതത്തിൽ നിന്നും മറ്റ് സൈഡിൽ നിന്നും ഒക്കെ നമുക്ക് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ന്യൂസ് കാണിച്ചതിന് ഒക്കെ. ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത കമന്റ്സ് ഒക്കെയാണ് വന്നത്. അപ്പൊ അതുപോലെ അതേ ഒരു എക്സ്പീരിയൻസ് മാജൂറയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ വിമർശനമൊന്നും ഇതുവരെ വന്നില്ല. ഇതിന് ശ്രീനിവാസന് എത്ര പൈസ കിട്ടി, ഭർത്താവിന് എത്ര കാശ് കിട്ടി എന്നൊക്കെ നമ്മൾ തീരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ ഉണ്ടാക്കും. ആൾക്കാർക്ക് എന്തും പറയാം. അത് കേൾക്കാൻ നിന്നാൽ നമ്മളെ സമയം പോകും. മൈൻഡ് ചെയ്യാണ്ടെന്നാ മതി. നമുക്ക് ചെയ്യാനുള്ളത് നല്ല കാര്യങ്ങളല്ലേ. ഒരാളെ ബുദ്ധിമുട്ടിക്കല്ലല്ലോ ചെയ്യുന്നത്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ, ആരോഗ്യം ഉണ്ടാകുമ്പോഴും നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടാവുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും മജൂറയ്ക്ക് ഇതുപോലെ ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. മജൂറയെ കാണണം എന്ന് ഒരുപാട് ആഗ്രഹം. സാധിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഈ വേടന്റെ അമ്മ വന്നു എന്നതിനേക്കാൾ അപ്പുറം മജൂറിന്റെ വാപ്പയും ഉമ്മയും ഒക്കെ തന്നെയും സോഷ്യലി അവർ അത് അങ്ങനെ ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള ഫീലിംഗ് കൂടി ചെയ്യുന്നതല്ല. അവരുടെ ലൈഫ് തന്നെ അങ്ങനെയാണ്, ആളുകളെ സഹായിക്കലും അവരോടുള്ള പെരുമാറ്റത്തിലൊക്കെ. അപ്പം അതേ രീതിയിൽ വളരെ സ്വാഭാവികമായിട്ട് വെരി നാച്ചുറലായിട്ട് ചെയ്തൊരു സംഗതിയാണ്. അതിങ്ങനെ ആയെന്നേ ഉള്ളൂ. നമ്മളെന്താ പ്രത്യേകിച്ച് ഒരു ആശംസയോ ഇനിയും അങ്ങനെ ചെയ്യട്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ലൈഫ് തന്നെ അതാണ്. അതേപോലെ തന്നെ അമ്പിളിയെ സംബന്ധിച്ചും. പിന്നെ ഞാൻ ഒരുപാട് കാലം ഈ ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. അവരുടെ പാരൻസിന്റെ സന്തോഷം കാണുമ്പോൾ അത് വേറൊരു സന്തോഷം നമുക്ക്. അമ്പിളിയുടെ സോഷ്യൽ മീഡിയയിലുള്ള ചില സംഗതി കണ്ടിട്ടുണ്ടെങ്കിൽ അമ്പിളി ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് തൊഴിലിലൊക്കെ. ഈ ഭിന്നശേഷി കുട്ടികളെ നോക്കുന്ന ഒരു അവഗണന എന്ന് പറഞ്ഞ സംഭവങ്ങൾ നമ്മളെ പരോക്ഷമായിട്ട് നമ്മളെയാണ് ബാധിക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ അതായത് സോഷ്യലി ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള സംഗതികളാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത്. പ്രേക്ഷകരോട് പറയാനുള്ള ഇവരുടെ ഈ ഒരു സംസാരം, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളത്തിന്റെ കഥ, കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അമ്പിളി നല്ലൊരു പാട്ടുകാരിയാന്നുള്ള അറിയാം. അപ്പൊ ഒരു നല്ല പാട്ട് പാടാം. ഓ ആയിക്കോട്ടെ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയാ